ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വന്നിരിക്കുന്ന പുതിയ കുറച്ച് അപ്ഡേറ്റ്സുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമുക്കെല്ലാം അറിയാം, യൂട്യൂബ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഡാർക്ക് തീം, റൗണ്ട് ഷേപ്പിലുള്ള തംബ്നെയിൽ, അതുപോലെ പുതിയ സബ്സ്ക്രൈബ് ബട്ടൺ ഇവയെല്ലാം കൊണ്ടുവന്നിരുന്നു. ഇതെല്ലാം നമുക്ക് യൂട്യൂബിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ യൂട്യൂബ് ഇതുപോലുള്ള വിഷ്വൽ എഫക്ട്സ് എല്ലാം YT സ്റ്റുഡിയോ ആപ്പിൽ കൂടി കൊണ്ടുവരികയാണ്. ഈ മാസത്തിൽ തന്നെ YT സ്റ്റുഡിയോ ആപ്പിൽ നമുക്ക് ഈ പുതിയ വിഷ്വൽ ചേഞ്ചസ് എല്ലാം കാണാൻ സാധിക്കും. അടുത്ത ഒരു അപ്ഡേറ്റ് ഡാറ്റ സ്റ്റോറീസ് ആണ്. യൂട്യൂബ് ഇത് നിലവിൽ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്രിയേറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ ഓരോ ക്രിയേറ്റേഴ്സിൻ്റെയും അവരുടെ ചാനൽ അനലിറ്റിക്സ് ബേസ് ചെയ്ത് അവരുടെ ചാനലിൻ്റെ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി വീക്കിലി ഡാറ്റ സ്റ്റോറീസ് എല്ലാം നൽകാനുള്ള ശ്രമത്തിലാണ് യൂട്യൂബ്. ഇതിൽ നിന്നും നമുക്ക് അവസാന ആഴ്ചയിൽ നേടിയ ആഡ്സ്, അതുപോലെ നമ്മൾ ചെയ്ത ലൈവ്, പോസ്റ്റ്, ഷോർട്സ് ഇവയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ എത്ര വ്യൂവേഴ്സ് നമ്മുടെ ചാനൽ കണ്ടു, എത്ര പുതിയ പേർ നമ്മുടെ ചാനൽ കണ്ടു, എങ്ങനെയാണ് അവർ നമ്മുടെ ചാനൽ കാണാൻ ഇടയായത്, അതായത് ഷോർട്സ് ഫീഡിൽ നിന്നാണോ, ബ്രൗസ് ഫീച്ചേഴ്സിൽ നിന്നാണോ, യൂട്യൂബ് സെർച്ചിലൂടെയാണോ വ്യൂസ് എല്ലാം വന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ചാനലിന്റെ വീക്കിലി റവന്യൂ കൂടി അടങ്ങിയതായിരിക്കും ഡാറ്റ സ്റ്റോറീസ്. അടുത്ത ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് EDSA കണ്ടന്റിന്റെ കാര്യത്തിലാണ്. എന്നത് എഡ്യൂക്കേഷൻ ആണ്, D ഫോർ ഡോക്യുമെന്ററി, S ഫോർ സയന്റിഫിക്, A ഫോർ ആർട്ടിസ്റ്റിക്. ഇവയിൽ കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ഇവയെല്ലാം യൂട്യൂബ് എക്സ്റ്റേണൽ ഹെൽപ്പ് സെന്റർ ആർട്ടിക്കിളിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പുതുതായി വന്നിരിക്കുന്ന പോളിസി അല്ലെങ്കിൽ പോളിസി ചേഞ്ചസ് ഒന്നുമല്ല എന്ന് യൂട്യൂബ് അറിയിച്ചിട്ടുണ്ട്. ക്രിയേറ്റേഴ്സിന് വേണ്ട കുറച്ച് ടിപ്സ്, അതുപോലെ ക്രിയേറ്റേഴ്സിന് വേണ്ട കുറച്ച് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ എല്ലാമാണ് ഈ അപ്ഡേറ്റിൽ കൊടുത്തിരിക്കുന്നത്. അടുത്ത ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് യൂട്യൂബ് ഷോർട്സിന്റെ കാര്യത്തിലാണ്. നേരത്തെ ഷോർട്സ് വീഡിയോസിന് ആരും തന്നെ തംബ്നെയിൽ ഒന്നും അധികം സെറ്റ് ചെയ്തിരുന്നില്ല. നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഷോർട്സ് വീഡിയോയിൽ നിന്നും യൂട്യൂബ് തന്നെ ഒരു പിക്ചർ സെലക്ട് ചെയ്ത് ഡിഫോൾട്ടായി പ്രൊഫൈൽ പിക്ചർ സെറ്റാക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ഷോർട്സ് വീഡിയോസിൽ കൂടി തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. നേരത്തെ ഷോർട്സ് വീഡിയോസിന് യൂട്യൂബ് ഓട്ടോമാറ്റിക്കായി സെലക്ട് ചെയ്തിരുന്ന തംബ്നെയിൽ ഇത് എല്ലാവർക്കും ഇഷ്ടമാകണമെന്നില്ല. അതിനാൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ നിന്നും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു തംബ്നെയിൽ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് പുതുതായി വരുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും മിസ്സാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്